ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലേ. പക്ഷേ ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളും എന്നെപ്പോലെ തന്നെ നിരാശയും ദുഃഖവും ഒക്കെയുള്ള മനുഷ്യർ തന്നെയാണല്ലേ. നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമുക്ക് ഈ ഇത്തരം പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പകച്ചു പോവാറുണ്ട്. ഒരു സമയത്ത് വളരെ ധൈര്യപൂർവ്വം നമ്മൾ പോകും. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഹൃദയം തളർന്നു പോകാറുണ്ട്. അതിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ ഓർക്കാത്തൊരു സമയത്ത് അവർ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുകയും കുറ്റം വിധിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ. എൻ്റെ ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്തു വലിയ മാനസികാവസ്ഥയാണെങ്കിലും ദൈവം നമുക്ക് നല്ലത് മാത്രമേ തരുന്നുള്ളൂ. നമ്മുടെ അവസ്ഥ ദൈവത്തിനറിയാം. ഞാനായിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എൻ്റെ സങ്കടങ്ങൾ അവൻ അറിയുന്നുണ്ട്. എൻ്റെ ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ദുഃഖത്തിലാഴ്ന്ന് നിരാശപ്പെട്ട് വളരെ തളർന്ന മനസ്സോടുകൂടി എല്ലാവരും ഒറ്റപ്പെടുത്തി നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, ആരൊക്കെ നിന്നെ മറന്നാലും കുറ്റപ്പെടുത്തിയാലും വെറുത്താലും ദൈവം നിങ്ങളെ സേവ് ചെയ്യുന്നുണ്ട്. അവൻ നിങ്ങളെ അവൻ്റെ ഹൃദയത്തിലാണ് സേവ് ചെയ്തേക്കുന്നത്. അവൻ്റെ കൈകളിൽ നമ്മൾ സേഫാണ്. മനുഷ്യരാൽ തിരസ്കരിക്കപ്പെട്ടാലും ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒരിക്കലും തിരസ്കരിക്കപ്പെടില്ല പ്രിയപ്പെട്ടവരെ. കാരണം കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട്. അവൻ നമ്മളെ പണിതുയർത്തിയിരിക്കുന്നത് അവൻ്റെ രക്തം കൊണ്ടാണ്. പിന്നെ ഏത് ശക്തിക്കാണ് നമ്മളെ തകർക്കാൻ പറ്റുന്നത്? നമ്മൾ ഓരോ ദിവസവും പ്രഭാതം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇന്നൊരു തരത്തിലുമുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്ന് ഒരുപക്ഷെ ഒരു 90% ആളുകളും ആഗ്രഹിക്കുന്നുണ്ടാവാം. എന്നാൽ നമ്മൾ ഓരോ ദിവസവും അതിൻ്റേതായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോൾ ചില ദിവസങ്ങൾ അത് കഠിനമായ ദുഃഖമായിരിക്കും നമ്മളിലേക്ക് തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തളരരുത്. ഇത് പറയാൻ കാരണം വല്ലാത്തൊരു നിരാശയിലും ദുഃഖത്തിലും കൂടെ കടന്നു പോകുന്നൊരു മാനസികാവസ്ഥയാണ് എൻ്റേതും. ഞാൻ നിങ്ങളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ സമർപ്പിച്ച് എനിക്ക് വേണ്ടി നിങ്ങൾ രക്തക്കണ്ണീരുടെ ജപമാല ചൊല്ലാനായിട്ട് മറക്കരുത്. പൂർണ്ണമായിട്ടുള്ള ശക്തിയോടുകൂടി തിരിച്ചു വരാനും ആ ഒരു നല്ലൊരു ദൈവത്തിൻ്റെ കൃപ പ്രാർത്ഥനകളിലൂടെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് മാധ്യസ്ഥം ചോദിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.